കാട്ടിപ്പാറ പഞ്ചായത്തിലെ ഫ്രഷ് കട്ട് അറവു മാലിന്യ പ്ലാന്റിനെതിരെ സമരം കടുപ്പിച്ച ജനകീയ സമരസമിതി. ദുർഗന്ധം കാരണം വീടുകളിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ. പ്ലാന്റ് അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാൻ നാട്ടുകാരുടെ തീരുമാനമാണ്. വിവരങ്ങളുമായി ഫൈസൽ ചേരുന്നു. ഫൈസൽ, കട്ടിപ്പാറ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിനെതിരെ സമരം കടുപ്പിച്ചിരിക്കുകയാണ് ജനകീയ സമരസമിതി. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ദുർഗന്ധവും മലിനജലവും ഇവിടെ അടുത്തുള്ള ഇരുതുള്ളി പുഴയിൽ ഉൾപ്പെടെ ഒഴുക്കിവിട്ട് വീട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ? ഞങ്ങളുടെ അവസ്ഥ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. രാത്രി മുതൽ ഞങ്ങളുടെ നേരം ഓരോ ദിവസങ്ങളും ചെല്ലുന്തോറും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളും ഒരു കാരണവശാൽ ഞങ്ങൾ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് SLC പരീക്ഷ വരുന്നത്, ആ പരീക്ഷയ്ക്ക് ഇവർക്കൊന്നും വായിച്ച് പഠിക്കാനൊന്നും യാതൊരു നിവൃത്തിയില്ലാതെ പിന്നെ കുട്ടികൾ ഛർദ്ദിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. ടീച്ചർ അല്ലെങ്കിൽ അമ്മേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ പുസ്തകം വായിക്കാൻ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് SLC പരീക്ഷയാണെന്ന് പറഞ്ഞ് മക്കൾ കരയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ ഇതിനെപ്പറ്റി എന്താ പറയേണ്ടത്? ഞങ്ങൾ ആരോട് പറയണം? പറഞ്ഞിട്ട് ഞങ്ങളെ 1-ാം വാർഡ് മെമ്പറാണ് ഷംസിദ റാഫിയുണ്ട്, അതുപോലെ വാർഡ് മെമ്പർ ഷീജുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ അവർ പറയും. കട്ടിപ്പാറ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫ്രഷ് കട്ട് എന്ന കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിയാണിത്. ഇത് അവിടെ 5 വർഷത്തോളമായിട്ടാണ് ഞങ്ങളെ ഈ ഒരു 8 കിലോമീറ്റർക്ക് ഇപ്പുറത്തുള്ള ഓമശ്ശേരി പഞ്ചായത്ത്, താമരശ്ശേരി പഞ്ചായത്ത്, കോടഞ്ചേരി പഞ്ചായത്തിലെ 5000-ത്തോളം വരുന്ന ജനങ്ങളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എന്നുവെച്ചാൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അലർജി, അതുപോലെ തന്നെ ഈ കിഡ്നി പേഷ്യൻസ്, പിന്നെ ക്യാൻസർ പേഷ്യൻസ്, ഇവർക്കെല്ലാവർക്കും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വീടിനുള്ളിൽ ജനലൊരു കുറച്ച് തുറന്നാൽ പോലും അകത്തേക്ക് സ്മെല്ല് കയറിയാൽ പിന്നെ ആ സ്മെല്ല് 2 ദിവസത്തേക്ക് പുറത്ത് പോവില്ല. ഒരു ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ വിവാഹാലോചന, അതേപോലെ വീട്ടിലേക്ക് ആരെയും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഭക്ഷണം കൊടുക്കാനോ അവർ കഴിക്കില്ല. അപ്പോൾ അത്രയും പ്രയാസം അനുഭവിക്കുന്നത് 5 വർഷത്തോളമായിട്ട് ഈ പ്രയാസം അനുഭവിക്കുന്നു. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെല്ലാവരും ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നത് വരെ, ഇന്ന് 17-ാം ദിവസമാണ്, ഇത് കാണുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്ന് മുന്നോട്ട് പോകുന്നു. 4 പഞ്ചായത്തിലെ കുടുംബങ്ങളുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് കട്ടിപ്പാറ പഞ്ചായത്തിലാണ്. ഈ കട്ടിപ്പാറ പഞ്ചായത്തിൻ്റെ നേരെ അക്കരെ ഭാഗത്തുള്ള പുഴേൻ്റെ തീരത്ത്, ഞങ്ങളുടെ ഇരുതുള്ളി പുഴേൻ്റെ തീരത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ 34 സ്ഥാപനങ്ങളുണ്ട് മൊത്തം. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. അത് 30 ടണ്ണിൻ്റെ കപ്പാസിറ്റി ഉള്ള സ്ഥാപനം. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ മാലിന്യം